2026 മാർച്ച് 10 ചൊവ്വാഴ്ച പശ്ചിമേഷ്യൻ സംഘർഷം 11ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സമാധാനത്തിനുള്ള ഓരോ സാധ്യതകളും ഉരുത്തിരിയുന്നില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓർമ്മപ്പെടുത്തുന്നു, ഇറാന്റെ വ്യോമസേനയെയും നേവിയെയും ഞങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായി തകർത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ചതിലും വേഗം, 4 ആഴ്ചയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, 4 ആഴ്ചയിലും വേഗമായി യുദ്ധം അവസാനിക്കുമെന്ന് പറയുന്നു. അതിനിടെ ഇറാൻ ഒരു ഭീഷണി നൽകാനും അദ്ദേഹം മറക്കുന്നില്ല. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ കപ്പലുകൾ തടഞ്ഞാൽ 20 ഇരട്ടിയിലധികം ശക്തിയോടെ ഇറാനെതിരെ ആക്രമണം നടത്തും എന്ന ഭീഷണി കൂടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുഴക്കുകയും ചെയ്യുന്നു. ഇതിന് കൃത്യം മറുപടി വരുന്നു. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറയുന്നു, അമേരിക്കയുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകളും തങ്ങളുടെ അജണ്ടയിൽ നിലവിലില്ല. കഴിയുന്നിടത്തോളം, ആവശ്യമുള്ളിടത്തോളം കാലം ഇറാൻ മിസൈൽ ആക്രമണം തുടരുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുടെ പ്രസ്താവനയും വന്നിരിക്കുകയാണ്. ചുരുക്കത്തിൽ സമാധാനത്തിനുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നുള്ളതാണ് ആദ്യഘട്ടമായി പറയാനുള്ളത്. GCC രാജ്യങ്ങളിലേക്കെല്ലാം ഇറാന്റെ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം തുടരുകയാണ്. എന്നാൽ ഇവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമായി അതിനെ ചെറുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സമാധാനകരമായിട്ടുള്ള ഒരു കാര്യം. UAE-യിൽ ഇന്നു രാവിലെയും ത്രറ്റ് ഉണ്ടായിരുന്നു, അലേർട്ടുകൾ വന്നിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനം കാര്യക്ഷമമായി അത്തരം ആക്രമണ ശ്രമങ്ങളെ ചെറുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന അലേർട്ട് സന്ദേശങ്ങൾ കൃത്യമായി അത് പാലിക്കുക, അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ നിമിഷങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന 2-3 കാര്യങ്ങൾ: 1, എണ്ണപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം; 2, ഡീസാലിനേഷൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണവുമാണ്. എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെടുന്നത് രാജ്യങ്ങളുടെ സാമ്പത്തികാവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണെങ്കിൽ, ഡീസാലിനേഷൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും ജനജീവിതം വളരെ പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടിലാക്കാൻ പര്യാപ്തമായ കാര്യമാണ്. കിഷം ഐലൻഡിലെ, ഇറാന്റെ അധീനതയിലുള്ള കിഷം ഐലൻഡിലെ ഡീസാലിനേഷൻ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി വ്യാപകമായ കേടുപാടുകൾ ഉണ്ടാക്കിയതായി ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ ബഹ്റൈനിലെ ഡീസാലിനേഷൻ കേന്ദ്രം ഇറാൻ ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നുണ്ട്. സാധാരണ സമുദ്ര തീരങ്ങളോട് ചേർന്നുള്ള ഡീസാലിനേഷൻ കേന്ദ്രങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആക്രമണങ്ങൾക്ക് ടാർഗറ്റ് ആവാം എന്നുള്ളതാണ്. ഡീസാലിനേഷൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് യുദ്ധമുറകൾ മാറുന്നത് അത്ര ആശാസ്യമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളൊരു കാര്യമാണ് പല വിദഗ്ധരും ഓർമ്മപ്പെടുത്തുന്നത്. ഇതിനിടെ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം, എണ്ണ വില വളരെ പെട്ടെന്ന് താഴ്ന്ന ഒരു കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം 4 ആഴ്ചകൾക്ക് മുൻപേ തീരും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ അതിന് പിന്നാലെയാണ് ബാരലിന് $120 വരെ എത്തിയ എണ്ണവില $90 കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. യുദ്ധം ഒരുപക്ഷെ നേരത്തെ അവസാനിക്കും എന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യൻ ഓഹരി വിപണിയെ അടക്കം സജീവമാക്കിയിട്ടുണ്ട്. വിപണി ഇന്ന് നല്ല ശക്തമായിട്ടാണ് വന്നത്. ഇതിനിടയിൽ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഇറാഖിൽ കുർദിസ്ഥാൻ ഏരിയയിലുള്ള UAE കോൺസുലേറ്റിന് നേർക്കൊരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായി. മെറ്റീരിയൽ ഡാമേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ആർക്കും പരിക്കില്ല. പക്ഷെ സംഭവത്തെ വളരെ ശക്തമായി UAE അപലപിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ്. കുവൈറ്റും UAE നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തെ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം എടുത്തു പറയേണ്ടത് UAE-യുടെ നിലപാടാണ്. കഴിഞ്ഞ കുറെ നാളുകളായി, ഫെബ്രുവരി 28-ന് ഈ പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ GCC രാജ്യങ്ങളിലേക്ക് ഇറാൻ കണ്ടിന്യൂസ് ആയിട്ട് മിസൈൽ ആക്രമണം നടത്തുന്നുണ്ടെങ്കിലും പ്രതിരോധിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യാക്രമണത്തിന് ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആ നിലപാട് UAE ആവർത്തിക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ UAE-ക്ക് പരമപ്രധാനമാണ്. അതേസമയം UAE-യുടെ മണ്ണ് ഉപയോഗിച്ച് ഇറാനെതിരായ ആക്രമണത്തിന് ഒരു തരത്തിലും അനുവദിക്കില്ല. എത്രയും പെട്ടെന്ന് മേഖല സമാധാനത്തിലേക്ക് വരേണ്ടതാണ് UAE ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കുകയാണ് ജനീവയിൽ UN-ലെ UAE-യുടെ സ്ഥിരം പ്രതിനിധിയും UAE അംബാസഡറുമായ ജമാൽ അൽ മുഷറാഖ്. ഇതാണ് UAE-യുടെ നയം. പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ കാര്യക്ഷമമായി UAE-യിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം മേഖലയിലെ സംഘർഷം UAE ആഗ്രഹിക്കുന്നതല്ല. ഇറാന്റെ മണ്ണിന് നേരെ ആക്രമണം നടത്താൻ UAE-യുടെ മണ്ണ് ഉപയോഗിക്കില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് ഈ രാജ്യം.